ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയായിരുന്ന റോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ സംവദിക്കാൻ പോകുന്നത്. അവസാനത്തെ 100 വർഷങ്ങൾ റോമിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തൊക്കെ സംഭവ വികാസത്തെ തുടർന്നാണ് അത്രയധികം ശക്തി ആർജിച്ചിരുന്ന ആ സാമ്രാജ്യം തകർന്നടിഞ്ഞ് നാമാവശേഷമായത്. നമുക്ക് 364 AD അല്ലെങ്കിൽ 364 CE നിന്നും പറഞ്ഞു തുടങ്ങാം. അങ്ങ് റോമിൽ ഒരു വലിയ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ചക്രവർത്തിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഇലക്ഷനിൽ മത്സരിക്കുന്നത് നിരവധി മിലിറ്ററി കമാൻഡേഴ്സാണ്. ആ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് വാലന്റീനിയൻ ഒന്നാമൻ എന്ന പേരുള്ള ഒരു മിലിറ്ററി ഓഫീസറായിരുന്നു. അദ്ദേഹം 364 CE ഫെബ്രുവരി മാസം 26 റോമിൻ്റെ ചക്രവർത്തിയായി അധികാരത്തിലേറുകയാണ്. അധികാരത്തിലേറിയ ഉടൻ തന്നെ അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള വാലൻസിനെ കോഎംബർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു. അതായത് ഇപ്പോൾ റോമിൽ ഒരൊറ്റ ചക്രവർത്തിയല്ല, 2 ചക്രവർത്തിമാരാണ് ഉള്ളത്. അത് ആ കാലത്തിൻ്റെ ഒരു അനിവാര്യത തന്നെയായിരുന്നു. റോം വലിയൊരു സാമ്രാജ്യമായി വളർന്നിരിക്കുകയാണ്. ഒരുപാട് ശത്രുക്കളുമുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ജർമ്മേനിയ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് പേർഷ്യൻസിൻ്റെ അറ്റാക്കും ഉണ്ടാകുന്നുണ്ട്. അതിനെ തുടർന്ന് തന്നെയാണ് അദ്ദേഹം അധികാരം അദ്ദേഹത്തിൻ്റെ സഹോദരനുമായിട്ട് പങ്കുവെക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള വാലൻസിനെ കിഴക്കൻ റോമിൻ്റെ അധികാരം പൂർണ്ണമായിട്ടും കൊടുക്കുകയാണ്. അദ്ദേഹം സ്വയം പടിഞ്ഞാറൻ റോമിലേക്ക് ചേക്കേറുകയാണ്. ജർമ്മേനിയൻ ഗോത്ര വിഭാഗങ്ങൾ വലിയ രീതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. റോമൻ സീരീസിൻ്റെ ആദ്യ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് അവർ വളരെ പ്രാകൃതരായിട്ടുള്ള ഒരു മനുഷ്യരാണെന്നാണെങ്കിൽ ഈ ഒരു കാലഘട്ടമാകുമ്പോഴേക്കും അവർ ശക്തരായിട്ട് മാറിയിട്ടുണ്ട്. സൈനികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ജനസംഖ്യാപരമായിട്ടും വലിയ ശക്തി തന്നെയാണ് അവരെ തടഞ്ഞു നിർത്തുക അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമേറിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വാലന്റീനിയൻ ഒന്നാമൻ പാരീസിലേക്ക് സ്വയം പറിച്ചു നടപ്പെടുകയാണ്. പാരീസ് ഈ ജർമ്മനിയുടെ അതിർത്തിയുമായിട്ട് വലിയ ദൂരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവിടെ പോയി താമസിക്കുന്നത്. 367 CE ആയപ്പോൾ അദ്ദേഹം ജർമ്മനിയുടെ കുറച്ചുകൂടെ അടുത്തുള്ള ഫ്രാൻസിലെ മറ്റൊരു സ്ഥലമായ അംബിയാനിയിലേക്ക് പോകുന്നുണ്ട്. അവിടെയാണ് പിന്നീട് അദ്ദേഹം താമസിക്കുന്നത്. അതേ വർഷം തന്നെ 8 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഗ്രേഷ്യൻ എന്ന തൻ്റെ മൂത്ത മകനെ എംപററായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. തനിക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു മരണം സംഭവിക്കാമെന്ന് ചക്രവർത്തിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. കാരണം യുദ്ധം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. താൻ മരണമടഞ്ഞാൽ തൻ്റെ മക്കളിലേക്ക് തന്നെ അധികാരം പോകണം. പക്ഷേ കൊച്ചു കുട്ടികളാണ് തൻ്റെ മക്കൾ. ഗ്രേഷ്യന് വെറും 8 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. എങ്കിൽ പോലും അത് വകവയ്ക്കാതെ ഗ്രേഷ്യനെ ചക്രവർത്തിയാക്കി മാറ്റുകയാണ്. മാത്രമല്ല ഗ്രേഷ്യനെ അദ്ദേഹം താമസിക്കുന്ന അംബിയാനയിലേക്ക് കൊണ്ടുവരുന്നുമുണ്ട്. വെറും 2 മാസം കൂടി കഴിഞ്ഞപ്പോൾ യുദ്ധം നടക്കുന്നതിൻ്റെ തൊട്ടരികിലുള്ള ഒരു പട്ടണത്തിലേക്ക് അദ്ദേഹം ചേക്കേറുകയാണ്. അവിടെ ഒരു കൊട്ടാരം സ്ഥാപിച്ച് അവിടെ താമസിക്കുകയാണ്. ട്രയർ എന്ന പേരിലാണ് ആ പ്രദേശം അറിയപ്പെടുന്നത്. അത് ഇന്നത്തെ ജർമ്മനിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതായത് ജർമ്മനിയുടെ വളരെ അരികിലുള്ള ഒരു സ്ഥലം. ഈ പ്രദേശത്തൂടെ ഒഴുകിപ്പോകുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നദിയാണ് റൈൻ നദി. ആ റൈൻ നദിയുടെ ഉത്തര കിഴക്ക് ഭാഗത്തായിട്ടാണ് ജർമ്മേനിയൻ ട്രൈബൽസ് ഉള്ളത്. അവരെ തടഞ്ഞു നിർത്താനായിട്ട് റൈൻ നദിയുടെ കരകളിലായിട്ട് വലിയ രീതിയിലുള്ള ഫോർട്ടുകൾ സ്ഥാപിക്കുന്നുണ്ട്. ധാരാളമായി സൈനിക വിന്യാസങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കുന്നുണ്ട്. അത് വലിയ രീതിയിലുള്ള വിജയം തന്നെയാണ് അദ്ദേഹത്തിന് സമ്മാനിക്കുന്നത്. 7 വർഷക്കാലം അദ്ദേഹം ട്രയറിൽ തന്നെ ഉണ്ടായിരുന്നു. ട്രയറിൽ നിന്നുകൊണ്ട് തന്നെ ഡാനുമേ നദിയുടെ കുറുകെയും ധാരാളമായിട്ട് ഫോർട്ടുകൾ പണിയാനുള്ള ഉത്തരവ് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഡാനുമേ നദി മറ്റൊരു നദിയാണ്. അത് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയാണ്. അതും റോമിൻ്റെ ഒരു അതിർത്തി പ്രദേശമാണ്. അതിൻ്റെയും അങ്ങേക്കരയിലുള്ളത് ജർമ്മനിയിലെ മറ്റൊരു വിഭാഗം ട്രൈബൽസ് ആണ്. ക്വാദി എന്നു പേരുള്ള ആ ട്രൈബ് ഗ്രൂപ്പിന് ഇതൊട്ടും തന്നെ സ്വീകാര്യമായിരുന്നില്ല. അവരുടെ വാദം നിങ്ങൾ കോട്ട കെട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഞങ്ങളുടേതായിരുന്നു എന്നാണ്. അതിനെ തുടർന്ന് ഒരു വലിയ ലഹള തന്നെ അവിടെ അരങ്ങേറുന്നുണ്ട്. ആ ലഹള അവസാനിപ്പിക്കാനായിട്ട് ഒരു നെഗോഷിയേഷൻ ചർച്ച നടപ്പിലാക്കുന്നുണ്ടായിരുന്നു. റോമക്കാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നത് ഒരു റോമൻ കമാൻഡർ ആയിരുന്നു. പക്ഷേ ഖ്വാദി ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചു വന്നത് അവരുടെ രാജാവായ ഗബീനിയസ് ആയിരുന്നു. ഗബീനിയസുമായിട്ടുള്ള ആ സംഭാഷണം അതിര് കടന്ന് മുന്നിലേക്ക് പോവുകയുണ്ടായി. വാക്കുതർക്കം പിന്നീട് കയ്യാങ്കളിയിലേക്ക് കടക്കുകയായിരുന്നു. റോമൻ മിലിറ്ററി ഓഫീസർ ആ രാജാവിനെ ആ കയ്യാങ്കളിക്കിടയിൽ കൊന്നുകളയുകയാണ്. അതൊരു വലിയ യുദ്ധത്തിന് കാരണമായി മാറുകയാണ്. ഡാനൂബെ നദി മറികടന്ന് ധാരാളമായിട്ട് ഖ്വാദി ട്രൈബുകൾ റോമിലേക്ക് അതിക്രമിച്ച് കടക്കാൻ തുടങ്ങി. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ
സമേർഷ്യൻ ഗ്രൂപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ 375 CE റോമിൻ്റെ വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ഒരു പ്രവിശ്യയായ പനോണിയ അവർ പിടിച്ചെടുത്തു. ഈ സമയത്ത് ചക്രവർത്തി ആ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല, അദ്ദേഹം ട്രയറിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം ഈ വാർത്ത കേട്ട് ഞെട്ടിപ്പോവുകയാണ്. കാരണം തങ്ങളുടെ ഒരു പ്രവിശ്യ കീഴ്പ്പെടുത്താനും മാത്രം ശക്തരായിട്ടുള്ള ഒരു ഗോത്ര വിഭാഗമാണ് അവരെന്ന് ചക്രവർത്തി സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ട്രയറിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു യുദ്ധം ആഹ്വാനം ചെയ്യുകയായിരുന്നു. ധാരാളമായിട്ട് പട്ടാളക്കാർ അവിടേക്ക് പടയും നയിച്ച് പോവുകയാണ്. അവർക്ക് പിന്നാലെ ചക്രവർത്തിയും പോകുന്നുണ്ട്. യുദ്ധം ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ഒരു സന്ധി സംഭാഷണമാണ് അരങ്ങേറുന്നത്. വളരെയധികം ദേഷ്യക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു വാലന്റീനിയൻ ഒന്നാമൻ. ആ സമാധാന ചർച്ചയിൽ പലപ്പോഴായിട്ട് അദ്ദേഹം ദേഷ്യം കാരണം ചാടി എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു, അവർക്കെതിരെ പുലഭ്യം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതേ കാരണത്താൽ തന്നെ അതേ വേദിയിൽ വെച്ച് തന്നെ അപ്പോൾ തന്നെ അദ്ദേഹം സ്ട്രോക്ക് വന്ന് മരണമടയുകയാണ് ഉണ്ടായത്. ഇതൊരു വലിയ പ്രശ്നം തന്നെ സൃഷ്ടിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം നിലവിലുള്ള ചക്രവർത്തി ഇപ്പോൾ മരണമടഞ്ഞിരിക്കുകയാണ്. കോ എംപറർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ മൂത്ത മകനാണ്, ഗ്രേഷ്യനാണ്. ഗ്രേഷ്യൻ ഇപ്പോൾ സ്ഥലത്തില്ല, അദ്ദേഹം ട്രയറിലാണ് ഉള്ളത്. അവിടെ ഗർമേനിയുമായിട്ട് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രേഷ്യൻ വളരെയധികം അകലെ ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ശക്തനായിട്ടുള്ള ഒരു കമാൻഡറിന് സ്വയം ചക്രവർത്തിയായിട്ട് മാറാനുള്ള ഒരു അവസരമാണ് അവിടെ ഉയർന്നു വന്നത്. പക്ഷേ അതിന് തടയിടുകയാണ് അവിടെ ഉണ്ടായിരുന്ന മറ്റ് മിലിറ്ററി ഓഫീസർമാർ. അവർക്ക് വാലന്റീനിയൻ ഒന്നാമനോട് വലിയ രീതിയിലുള്ള സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മരണത്തെ തുടർന്ന് ഉടൻ തന്നെ അവർ പ്രഖ്യാപിച്ചു അടുത്ത ചക്രവർത്തി വാലന്റീനിയൻ രണ്ടാമനാണ്. അതായത് വാലന്റീനിയൻ്റെ ഏറ്റവും ഇളയ മകനാണ്. അതായത് റോമിൽ ഇനി 2 ചക്രവർത്തിമാരുണ്ട്. അങ്ങ് ട്രയറിലുള്ള ഗ്രേഷ്യനും ഗ്രേഷ്യൻ്റെ ഇളയ അനിയനായിട്ടുള്ള വാലന്റീനിയൻ രണ്ടാമനുമാണ്. വർഷം 375 നവംബർ മാസമാണ്. വാലന്റീനിയൻ രണ്ടാമൻ അധികാരത്തിലേറി. പക്ഷേ ഈ വാലന്റീനിയൻ രണ്ടാമന് വെറും 4 വയസ്സ് മാത്രമാണ് പ്രായം. അതുകൊണ്ട് തന്നെ നേരിട്ട് ഭരിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഭരണം നടപ്പാക്കുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ടുള്ള മരണമടഞ്ഞ വാലന്റീനിയൻ ഒന്നാമൻ്റെ ഭാര്യയായ ജസ്റ്റീനയാണ്. ജസ്റ്റീന മാത്രമായിരുന്നില്ല, വേറെയും ഉയർന്ന തലത്തിലുള്ള പല ഓഫീസർമാരുണ്ടായിരുന്നു, സെനറ്റ് അംഗങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ ടീമാണ് ഈ കാലഘട്ടത്തിൽ ഭരിക്കുന്നത്. ഗ്രേഷ്യനുണ്ട്. ഗ്രേഷ്യൻ ഒരു ചക്രവർത്തി തന്നെയാണ്. പക്ഷേ ടൈറസിലാണ് ഗ്രേഷ്യൻ്റെ നിലവിലുള്ള ജോലി. മുൻപ് വാലന്റീനിയൻ ഒന്നാമൻ ചെയ്തുകൊണ്ടിരുന്ന ദൗത്യം തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രേഷ്യനെ ഇപ്പോൾ അവിടെ നിന്നും തിരിച്ചു വിളിക്കാൻ സാധിക്കുന്നതല്ല. ജസ്റ്റീനയോടൊപ്പം തന്നെ റോമിൻ്റെ അധികാര കേന്ദ്രമായി മാറിയിരിക്കുന്നത് അർബോഗാസ്റ്റ് എന്ന ഒരു ജനറലാണ്. ഈ പേര് നമ്മളൊന്ന് ഓർത്തു വെക്കണം, കുറച്ച് കഴിയുമ്പോൾ ഇതാവശ്യം വരും. ഈ ഘട്ടത്തിൽ കിഴക്കൻ റോം ഭരിച്ചുകൊണ്ടിരുന്നത് വാലന്റീനിയൻ ഒന്നാമൻ്റെ വാലൻസ് തന്നെയാണ്. ആദ്യഘട്ടങ്ങളിൽ വാലൻസിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഹോൺസ് എന്ന ഒരു ട്രൈബിൻ്റെ വരവോടുകൂടി കാര്യങ്ങൾ മാറി മറിയുകയാണ്. ഹോൺസ് വരുന്നത് സെൻട്രൽ ഏഷ്യയിൽ നിന്നാണ്. അവർ നേരെ റോമിനെ ആക്രമിക്കുകയായിരുന്നില്ല. അന്ന് റോമിൻ്റെ അതിർത്തിയിലുണ്ടായിരുന്ന ഒരു ഗോത്രവർഗമായ വെസ്റ്റേൺ ഗോത്ത്സ്. ഗോത്തി തന്നെ 2 വിഭാഗങ്ങളുണ്ട്. ഗോത്ത് എന്ന് പറയുന്നത് ഈ ജർമ്മേനിയയുടെ പ്രദേശത്തുള്ള ഗോത്രവർഗമാണ്. അതിൽ തന്നെ വെസ്റ്റേൺ ഗോത്തുമുണ്ട്, ഈസ്റ്റേൺ ഗോത്തുമുണ്ട്. ഈ വെസ്റ്റേൺ ഗോത്ത് താമസിച്ചിരുന്ന പ്രദേശങ്ങളിലേക്ക് ഈ ഹോൺസ് ഇരച്ചു കയറുകയാണ്. അതിനെ തുടർന്ന് വെസ്റ്റേൺ ഗോത്ത്സിന് അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ വെസ്റ്റേൺ ഗോത്തിന് വിസിഗോത്ത്സ് എന്നുള്ള ഒരു പേര് കൂടിയുണ്ട്. ആ പേരിലാണ് അവർ അറിയപ്പെടുന്നത്. അവരുടെ പ്രദേശമൊക്കെ തന്നെയും അവർക്ക് നഷ്ടമായതോടുകൂടി അവർ അഭയം തേടി വന്നത് റോമിലേക്കാണ്. വാലൻസ് അവരെ 2 കൈ നീട്ടി തന്നെ സ്വീകരിക്കുന്നുണ്ട്. അവർക്ക് താമസിക്കാനായിട്ട് ത്രാസ് എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിലെ ഏതാനും സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും അവർക്ക് കൊടുക്കുകയല്ല, അവർ അഭയാർത്ഥികൾ മാത്രമാണല്ലോ. അപ്പം ബാക്കിയുള്ള ആളുകളോടൊപ്പം വേണം ഇവർക്ക് കഴിയാനായിട്ട്. 378 ത്രാസിൽ ഈ വിസിഗോത്ത്സ് എത്തിച്ചേരുന്നത്. പക്ഷേ അവിടെ എത്തിച്ചേർന്നതിന് ശേഷം വിസിഗോത്ത്സിന് ഒരുപാട് അവഗണനകളാണ് നേരിടേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും അത് സംഭവിക്കുന്നതാണ്. കാരണം അവർ ശരിക്കുമുള്ള റോമാക്കാരല്ല. മറ്റ് റോമാക്കാർ ഇവരെ വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതിനു പുറമെ റോമൻ ഒഫീഷ്യൽസ് ഇവരെ വലിയ രീതിയിൽ തന്നെ പീഡിപ്പിക്കുന്നുണ്ട്. അവരുടെ കയ്യിലുള്ള പണം കവർന്നെടുക്കുന്നുണ്ട്. അവരെ അടിമകളെ പോലെ ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട്. അവരിലെ സ്ത്രീകളെ അവർ ക്രൂരമായിട്ട് ബലാത്സംഗത്തിന് ഇരയാക്കുന്നുമുണ്ട്. ഇതൊക്കെ സഹികെട്ട് അവർ ഒരു വലിയ റിവോൾട്ടിന് തയ്യാറെടുക്കുകയാണ്. ആ റിവോൾട്ട് ക്രമേണ ഒരു യുദ്ധമായിട്ട് മാറുന്നുണ്ട്. ബാറ്റിൽ ഓഫ് അഡ്രിയാനോപോൾ എന്ന പേരിലാണ് ആ യുദ്ധം അറിയപ്പെടുന്നത്. ഇവർ അത്രയും ശക്തരായിട്ടുള്ള ഒരു പടയാളികളായിരുന്നു എന്ന് വാലൻസ് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. കാരണം ചരിത്രം അങ്ങനെയാണ്.
വർഷങ്ങളായിട്ട് ഇവരെക്കാൾ ഇൻഫീരിയർ ആയിട്ടുണ്ടായിരുന്ന ഒരു വിഭാഗം മാത്രമായിരുന്നു ഈ ഗോത്ത്. അതുകൊണ്ട് തന്നെയാണ് അവരെ അഭയാർത്ഥികളായിട്ട് റോമിൽ താമസിക്കാനായിട്ട് അനുവദിച്ചത്. പക്ഷേ ഇവർ ചിന്തിച്ചതിനേക്കാൾ ശക്തരായിട്ടുള്ള പോരാളികൾ തന്നെയായിരുന്നു ഇവർ. ആ യുദ്ധത്തിൽ ഈസ്റ്റേൺ റോമിന് പരാജയപ്പെടേണ്ടി വന്നു. മാത്രമല്ല അവരുടെ ചക്രവർത്തിയായിട്ടുള്ള വാലൻസ് കൊല്ലപ്പെടുകയും ചെയ്തു. പക്ഷേ ഈസ്റ്റേൺ റോം ഭരിക്കാൻ ഈ ഗോത്തുകൾക്ക് സാധ്യമായില്ല. അപ്പോഴേക്കും ഗ്രേഷ്യൻ അവിടെ ഇടപെടുകയുണ്ടായി. പുതിയതായിട്ട് ഒരു ചക്രവർത്തിയെ ഗ്രേഷ്യൻ അവിടെ എത്തിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് തിയോഡോഷ്യസ് ഒന്നാമൻ എന്നാണ്. 382 CE അദ്ദേഹം അധികാരത്തിലേറുന്നത്. തിയോഡോഷ്യസ് ഒന്നാമൻ ഈ ഗോത്ത് വിഭാഗത്തിലുള്ള ആളുകളുമായിട്ട് ഒരു സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. അതിനെ തുടർന്ന് ഒരു കരാറ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. അവർ അഭയാർത്ഥികളായിട്ട് താമസിച്ചിരുന്നത് ത്രാസ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷ്യയിലാണെന്ന് പറഞ്ഞല്ലോ. അവിടുത്തെ സുപ്രധാനമായിട്ടുള്ള ചില പ്രദേശങ്ങൾ ഇവർക്ക് വിട്ടുകൊടുക്കുന്ന തരത്തിലുള്ള ഒരു കരാറായിരുന്നു. വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള അധികാരത്തോടു കൂടി വിട്ടുകൊടുക്കുകയാണ്. റോമൻ ചക്രവർത്തി അവിടെ ഭരിക്കുന്നതല്ല, സ്വയംഭരണമായിരിക്കും ഈ ഗോത്തുകൾക്ക് അവിടെ ലഭ്യമാവുക. അതിന് പകരമായിട്ട് അവരുടെ സൈനിക ശക്തി റോമിന് കൊടുക്കേണ്ടതാണ്. എപ്പോഴെങ്കിലും ഈസ്റ്റേൺ റോമിന് ഒരു യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരികയാണെങ്കിൽ ആ സമയത്ത് ഇവരുടെ സൈനികർ റോമിൻ്റെ ഒപ്പം ചേർന്ന് പടപൊരുതേണ്ടതാണ്. പടിഞ്ഞാറൻ റോമിൽ ഭരിച്ചിരുന്ന ഗ്രേഷ്യന് ഒരു ബോഡി ഗാർഡ് സൈന്യമുണ്ടായിരുന്നു. ഒരു കാവലറിയാണ്, അതായത് ഒരു കുതിരപ്പടയായിരുന്നു ഉണ്ടായിരുന്നത്. അവർ അറിയപ്പെടുന്നത് അലൻ ബോഡി ഗാർഡ്സ് എന്ന പേരിലാണ്. അലൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകളാണ്. അവർ മുൻപ് പേർഷ്യയിലായിരുന്നു, പേർഷ്യയുടെ ഒരു ഭാഗമായിരുന്നു. പക്ഷേ കുറേയധികം തലമുറകളായിട്ട് ഇപ്പോൾ റോമിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. വളരെയധികം മികച്ച കുതിരപ്പട തന്നെയാണ് ഇവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗ്രേഷ്യൻ്റെ പേഴ്സണൽ ബോഡി ഗാർഡായിട്ട് ഇവരെ എടുത്തിരുന്നത്. പക്ഷേ ഇവരുടെ കയ്യിലിരിപ്പ് അത്ര ശരിയായിരുന്നില്ല. ഇവർ പലപ്പോഴുമായിട്ട് റോമിലുള്ള മറ്റാളുകളുമായിട്ട് ഒരുപാട് തർക്കത്തിൽ ഏർപ്പെടുമായിരുന്നു. അവരെ പലപ്പോഴായിട്ട് ഒരു കാരണവുമില്ലാതെ മർദ്ദിക്കുമായിരുന്നു. ചില ആളുകളെയൊക്കെ കൊല്ലുമായിരുന്നു. അവരുടെ കയ്യിലുള്ള പണം പോലും പലപ്പോഴായിട്ട് ഇവർ മോഷ്ടിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പലപ്പോഴായിട്ട് ഗ്രേഷ്യൻ്റെ മുൻപിൽ പരാതിയുമായിട്ട് പല സെനറ്റ് അംഗങ്ങളും മിലിറ്ററി ഓഫീഷ്യലുകളുമൊക്കെ വരുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ വളരെ പാർഷ്യലായിട്ട് മാത്രമാണ് ഗ്രേഷ്യൻ പെരുമാറിയത്. എല്ലായ്പ്പോഴും തൻ്റെ ബോഡി ഗാർഡിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനു പുറമെ ക്രിസ്ത്യാനിറ്റിയിലും കാര്യമായിട്ട് ഇദ്ദേഹം ഇടപെടുന്നുണ്ട്. ഞാൻ പഴയ എപ്പിസോഡുകൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ക്രിസ്ത്യാനിറ്റി ആ കാലഘട്ടത്തിൽ റോമിലെ പ്രധാനപ്പെട്ട ഒരു മതമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഈ ക്രിസ്ത്യൻസിനിടയിൽ തന്നെ 2 വിഭാഗമുണ്ട്. ഏരിയൻ ക്രിസ്ത്യൻസുമുണ്ട്, അതുപോലെ നൈസീൻ ക്രിസ്ത്യൻസുമുണ്ട്. നൈസീൻ ക്രിസ്ത്യനാണ് ഇപ്പോൾ ഉള്ള നിലവിൽ നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതലായിട്ടുള്ള ക്രിസ്ത്യാനികൾ. അതായത് ദൈവത്തിൻ്റെ 3 രൂപങ്ങളെ അവർ ആരാധിക്കുകയാണ്. ഒരേ ശക്തിയുള്ള 3 രൂപങ്ങൾ. ഒന്ന് പിതാവ്, പുത്രൻ, മറ്റൊന്ന് പരിശുദ്ധാത്മാവ്. പക്ഷേ ഏരിയൻ വിഭാഗത്തിലുള്ള ആളുകൾ പറയുന്നത് അങ്ങനെ 3 സ്റ്റേറ്റുകൾ ഉണ്ടെങ്കിൽ പോലും 3ഉം തുല്യ ശക്തികളല്ല. പിതാവും പരിശുദ്ധാത്മാവുമാണ് ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്നത്. പുത്രനായിട്ടുള്ള യേശു അവർക്ക് താഴെ മാത്രമാണെന്നാണ് ഏരിയൻസിൻ്റെ വാദം. അതിനെ തുടർന്ന് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കോൺഫ്ലിക്ട്സ് ആണ്. ഈ കോൺഫ്ലിക്റ്റിൽ ചക്രവർത്തി ഇടപെടുന്നുണ്ട്. പലപ്പോഴായിട്ട് പല ചക്രവർത്തിമാരും ഇടപെട്ടിട്ടുണ്ട്. അത്തരത്തിൽ തന്നെ ഈ ചക്രവർത്തിയും ഇടപെടുന്നുണ്ട്. ഈ ചക്രവർത്തിക്ക് ഏറ്റവും താല്പര്യമുണ്ടായിരുന്നത് നൈസീൻ ക്രിസ്ത്യൻസിനോടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏരിയൻ ക്രിസ്ത്യൻസ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വലിയ രീതിയിലുള്ള ഒരു ശത്രുത ചക്രവർത്തിയോട് തോന്നുന്നുണ്ട്. അതിനും പുറമെയാണ് അലൻ ബോഡി ഗാർഡ്സ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. അതിനെ തുടർന്ന് ചക്രവർത്തിക്ക് ഒരുപാട് പേരിൽ നിന്നും ശത്രുത ഉണ്ടാകുന്നുണ്ട്. ഈ സമയത്ത് ബ്രിട്ടനിലെ ജനറലായിട്ടുള്ള മാഗ്നസ് മാക്സിമസ് അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കുകയാണ്, ഞാനാണ് റോമിലെ ചക്രവർത്തി എന്ന്. ഈ കാര്യങ്ങളൊക്കെ തന്നെയും അദ്ദേഹം വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. പല ചാരന്മാരെയും റോമൻ പട്ടണത്തിലേക്ക് അദ്ദേഹം അയച്ചിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്നാണ് ചക്രവർത്തിക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള അംഗീകാരമൊന്നുമില്ല, സപ്പോർട്ടില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയെടുക്കുന്നത്. അതൊരു അവസരമായിട്ട് എടുത്തിട്ട് അദ്ദേഹം ഒരു വലിയ പടയെ നയിച്ച് ഈ ചക്രവർത്തിയെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു യുദ്ധം തന്നെയാണ് അവിടെ നടക്കുന്നത്. ആ യുദ്ധത്തിൽ ഗ്രേഷ്യൻ്റെ സൈന്യത്തിന് പരാജയപ്പെടേണ്ടി വന്നു. എണ്ണത്തിൽ കൂടുതലുണ്ടായിരുന്നത് ഗ്രേഷ്യൻ്റെ സൈന്യം തന്നെയാണ്. പക്ഷേ പലരും അദ്ദേഹത്തെ ഒറ്റുകൊടുക്കുകയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മേലുണ്ടായിരുന്ന ശത്രുത തന്നെയാണ്. ഗ്രേഷ്യനെ അവിടെ വെച്ച് പിടിക്കുന്നില്ല. അദ്ദേഹം അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. സിറ്റി ഓഫ് ലുഗ്ഡനത്തിലാണ് അഭയം പ്രാപിക്കുന്നത്. അത് ഫ്രാൻസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അവിടെ എത്തിച്ചേർന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന വ്യക്തികളുടെ ഒറ്റുകൊടുക്കൽ കാരണം അദ്ദേഹം പിടിക്കപ്പെടുകയാണ്. അങ്ങനെ 383 CE അദ്ദേഹത്തെ കൊല്ലുകയാണ് മാഗ്നസ് പിന്നീട് റോമിലെ ശക്തനായിട്ടുള്ള ഒരു ചക്രവർത്തിയായിട്ട് മാറുകയാണ്. പക്ഷേ
മാഗ്നസ് മാത്രമല്ല ഇപ്പോൾ വെസ്റ്റേൺ റോമിൽ ചക്രവർത്തിയായിട്ടുള്ളത്. വെസ്റ്റേൺ റോമിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളൊക്കെ തന്നെയും മേജർ ഭാഗവും മാഗ്നസിൻ്റെ കീഴിൽ തന്നെയാണ്. പക്ഷേ റോമൻ പട്ടണം ഇപ്പോൾ മാഗ്നസിൻ്റെ കീഴിലല്ല. കാരണം ഗ്രേഷ്യന് പുറമെ ഗ്രേഷ്യൻ്റെ ഇളയ സഹോദരനായിട്ടുള്ള വാലന്റീനിയൻ രണ്ടാമൻ അധികാരത്തിലുണ്ട്. അദ്ദേഹത്തിന് ചെറിയ പ്രായം മാത്രമാണ് ഉള്ളത്. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അധികാരം പൂർണ്ണമായിട്ട് കവർന്നെടുക്കാനായിട്ട് മാഗ്നസ് ശ്രമിക്കുന്നില്ല. ഒരു ഡമ്മി രാജാവിനെ പോലെ വാലന്റീനിയനും അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന മറ്റ് റീജൻ ഭരണാധികാരികളും തുടർന്ന് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ തിയോഡോഷ്യസ് ഒന്നാമന് ഇത് സഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. തിയോഡോഷ്യസ് ഒന്നാമനാണ് ഇപ്പോൾ കിഴക്കൻ റോമിലെ ചക്രവർത്തി. അദ്ദേഹത്തിനെ അധികാരത്തിൽ ഏൽപ്പിച്ചത് ഈ ഗ്രേഷ്യനായിരുന്നു. അതിനോടുള്ള നന്ദി തിയോഡോഷ്യസ് ഒന്നാമനുണ്ട്. ഗ്രേഷ്യനെ കൊന്നുകളഞ്ഞ മാഗ്നസ് മാക്സിമസിനോട് വലിയ രീതിയിലുള്ള ഒരു ദേഷ്യമാണ് തിയോഡോഷ്യസ് ഒന്നാമന് തോന്നുന്നത്. അതിനെ തുടർന്ന് ഒരു വലിയ സൈന്യവുമായിട്ട് മാഗ്നസിൻ്റെ അരികിലേക്ക് പോകുന്നുണ്ട്. വലിയൊരു യുദ്ധം തന്നെയാണ് അവിടെ നടക്കുന്നത്. 388 സിയിൽ നടന്ന ആ യുദ്ധത്തിൽ മാഗ്നസിനെ തിയോഡോഷ്യസ് ഒന്നാമൻ കൊന്നുകളയുകയാണ്, അവരെ കീഴ്പ്പെടുത്തുകയാണ്. പിന്നീട് വെസ്റ്റേൺ റോമിൻ്റെ അധികാരം പൂർണ്ണമായിട്ടും വാലന്റീനിയൻ രണ്ടാമന് കൈമാറുകയാണ്. പക്ഷേ ഇതിന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് 383 സിയിൽ തിയോഡോഷ്യസ് ഒന്നാമൻ ഒരു എംപററിനെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അത് മറ്റാരുമല്ല, അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായിട്ടുള്ള അർക്കേഡിയസ് ആയിരുന്നു. പക്ഷേ അപ്പോൾ അർക്കേഡിയസിന് വെറും 6 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അതിൻ്റെ പിന്നിലുള്ള കാരണം മുമ്പേ തന്നെ ഞാൻ പറഞ്ഞതാണ്. ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും ചക്രവർത്തിമാർ എത്രയും പെട്ടെന്ന് തങ്ങളുടെ മക്കളെ അടുത്ത ചക്രവർത്തിയായിട്ട് അല്ലെങ്കിൽ എംപററായിട്ട് ഉയർത്തിക്കൊണ്ട് വരുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും ചക്രവർത്തിക്ക് മരണം സംഭവിക്കാം. അത്തരത്തിലുള്ള വളരെ അരോചകമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. 392 സി ആയപ്പോഴേക്കും വാലന്റീനിയൻ രണ്ടാമന് 21 വയസ്സ് തികഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹം അഡൾട്ടായിട്ട് മാറിയിരിക്കുന്നു. ഇത്രയും കാലം അദ്ദേഹത്തിൻ്റെ അധികാരമൊക്കെ തന്നെയും പങ്കിട്ടെടുത്തിരുന്നത് റീജൻറ്റുമാരായിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ അമ്മ വരുന്നുണ്ടായിരുന്നു. അതിനു പുറമെ അതിശക്തനായിട്ടുള്ള ഒരു ജനറലും വരുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഞാൻ കുറച്ച് മുമ്പേ ഓർത്തു വയ്ക്കാൻ പറഞ്ഞത്. ഇത് അർബോഗാസ്റ്റ് ആണ്. അർബോഗാസ്റ്റിനോട് വാലന്റീനിയൻ രണ്ടാമൻ പറയുന്നുണ്ട്, ഞാനിപ്പോൾ പ്രായപൂർത്തിയായല്ലോ, എനിക്കാണ് പൂർണ്ണമായിട്ടും അധികാരം ഉണ്ടായിരിക്കേണ്ടത്. താങ്കൾക്ക് ഇനിയും പട്ടാള കാര്യങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാം. രാജ്യത്തിൻ്റെ ഭരണമൊക്കെ തന്നെയും എൻ്റെ ചുമലിലാണ്. പക്ഷേ അത് അങ്ങനെ അനുസരിക്കാൻ ഈ അർബോഗാറ്റസ് കൂട്ടാക്കിയില്ല. അദ്ദേഹം പറഞ്ഞു, താങ്കൾ ഇപ്പോഴും ഇമച്വറാണ്, പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ താങ്കൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ താങ്കൾ ഇതിനെക്കുറിച്ചൊന്നും ഓർത്ത് ബോധേഡാകണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി നിറവേറ്റിക്കൊള്ളാം. പക്ഷേ ഇത് വാലന്റീനിയൻ രണ്ടാമന് ഒട്ടും തന്നെ സ്വീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. തൊട്ടടുത്ത നിമിഷം തന്നെ ഈ അർബോഗാറ്റസിനെ ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഓർഡർ അദ്ദേഹം ഇറക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തെ ഞെട്ടിച്ചുകൊണ്ട് അർബോഗാറ്റസ് പരസ്യമായിട്ട് മറ്റ് സെനറ്റ് അംഗങ്ങളുടെ മുമ്പിൽ വെച്ച് ആ ഓർഡർ കീറിക്കളയുകയാണ്. കാരണം ഇത് അസാധു ചെയ്യാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം എനിക്കുണ്ട്. വാലന്റീനിയൻ രണ്ടാമൻ ഇപ്പോഴും ഒരു കുട്ടി മാത്രമാണ്, അദ്ദേഹത്തിനേക്കാൾ മുകളിൽ അധികാരമുള്ളത് എനിക്കാണ്. ഇത് വാലന്റീനിയൻ രണ്ടാമന് വലിയ രീതിയിലുള്ള ഒരു നാണക്കേടാണ് ഉണ്ടാക്കിയത്. കുറച്ച് മാസങ്ങൾ മാത്രം പിന്നിട്ടപ്പോൾ വാലന്റീനിയൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. തൂങ്ങി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ശവശരീരം അദ്ദേഹത്തിൻ്റെ അറയിൽ നിന്നും കണ്ടെടുക്കുകയായിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ 2 വാദങ്ങൾ നിലവിലുണ്ട്. ഒരു കൂട്ടം ചരിത്രകാരന്മാർ പറയുന്നത് വാലന്റീനിയൻ രണ്ടാമൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് തന്നെയാണ്. കാരണം അദ്ദേഹം ഒരു പപ്പറ്റിനെ പോലെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിലുള്ള അധികാരവുമില്ല. കൂടാതെ അർബോഗാറ്റസിൽ നിന്നും വലിയ രീതിയിലുള്ള അവഗണനയും നാണക്കേടും അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുമുണ്ട്. അതേസമയം മറ്റൊരു കൂട്ടം ഗവേഷകർ പറയുന്നത് അർബോഗാറ്റസ് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞതാണെന്നാണ്. കാരണം വാലന്റീനിയൻ രണ്ടാമനാണ് ശരിക്കും ചക്രവർത്തി. വേണമെങ്കിൽ അദ്ദേഹത്തിന് ഈ സെനറ്റ് അംഗങ്ങളുടെ സഹായത്താൽ അർബോഗാറ്റസിനെ പുറത്താക്കാൻ സാധിക്കുന്നതാണ്. ഇപ്രകാരം ഓർഡർ കീറിക്കളഞ്ഞതിന് തുറങ്കലിൽ അടയ്ക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതിനെ തുടർന്ന് അർബോഗാറ്റസ് അദ്ദേഹത്തെ വകവരുത്തുകയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിൽ വ്യക്തതയില്ല. രണ്ടിനും തുല്യ സാധ്യത തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാലന്റൈൻ രണ്ടാമൻ്റെ ആത്മഹത്യ അർബോഗാറ്റസിനെ ഒട്ടും തന്നെ ബാധിച്ചില്ല. അദ്ദേഹം തന്നെയാണ് നിലവിൽ ഏറ്റവും ശക്തനായിട്ടുള്ള പേഴ്സണാലിറ്റി. അതിനെ തുടർന്ന് അദ്ദേഹം തന്നെ ഒരു ബൊമ്മ ചക്രവർത്തിയെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് യൂജീനിയസ് എന്നാണ്. യൂജീനിയസ് മുൻപൊരു അധ്യാപകനായിരുന്നു. അദ്ദേഹം ഒരു ബ്യൂറോക്രാറ്റ് ആയിരുന്നു. പക്ഷേ അദ്ദേഹം അത്ര കാര്യശേഷിയുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. വലിയ ലീഡർഷിപ്പ് ക്വാളിറ്റിയുമുള്ള വ്യക്തിയല്ല.
അർബോഗാറ്റസ് എന്തു പറയുന്നോ അത് അതേപടി ചെയ്യുക എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. പടിഞ്ഞാറൻ റോമിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ സസൂക്ഷ്മം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അത് കിഴക്കൻ റോമിലെ ചക്രവർത്തിയായിട്ടുള്ള തിയോഡോഷ്യസ് ഒന്നാമനാണ്. തിയോഡോഷ്യസിന് വളരെ വേണ്ടപ്പെട്ട വ്യക്തിയായിരുന്നു ഗ്രേഷ്യൻ, അദ്ദേഹത്തിൻ്റെ അനിയനായിട്ടുള്ള വാലന്റീനിയൻ രണ്ടാമനും. വാലന്റീനിയൻ രണ്ടാമന് അധികാരം വീണ്ടും വെച്ചു കൊടുത്തത് ഈ തിയോഡോഷ്യസ് ഒന്നാമനാണ്. ആ വാലന്റീനിയൻ മരണമടഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ അർബോഗസ്റ്റ് കൊന്നുകളയുകയായിരുന്നു എന്നും പലരും പറയപ്പെടുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയ തിയോഡോഷ്യസ് ഒരു വലിയ പടയുമായിട്ട് അവിടേക്ക് പുറപ്പെടുകയാണ്. 394 സിയിൽ നടന്ന ആ യുദ്ധം ബാറ്റിൽ ഓഫ് ഫ്രിഗീഡിയസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ യുദ്ധത്തിൽ വിജയിച്ചത് തിയോഡോഷ്യസ് ഒന്നാമൻ തന്നെയാണ്. അദ്ദേഹത്തിന് യൂജീനസിനെയും അർബോഗസ്റ്റിനെയും കൊന്നുകളയാൻ സാധ്യമായി. അതിനുശേഷം റോം പൂർണ്ണമായിട്ടും ഈ തിയോഡോഷ്യസ് ഒന്നാമനാണ് ഭരിക്കുന്നത്. അധികാരത്തിലേറി ഒരു വർഷത്തിനു ശേഷം തൻ്റെ മകനായ ഹൊണോറിയസിനെ എംപററായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഹൊണോറിയസിന് വെറും 8 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഇതിനും കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് 383 സിയിൽ അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായ അർക്കാഡിയസിനെ എംപററാക്കി മാറ്റിയിരുന്നു. അന്ന് അർക്കാഡിയസിന് വെറും 6 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അർക്കാഡിയസ് ഇപ്പോൾ കുറച്ചുകൂടെ പ്രായമായി വന്നിട്ടുണ്ട്. റോമിനെ ഇദ്ദേഹം രണ്ടായിട്ട് മുറിക്കുകയാണ്. റോമിനെ പൂർണ്ണമായിട്ടും അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ 2 എംപേഴ്സ് ആയിട്ടുള്ള തൻ്റെ മക്കൾക്ക് വേണ്ടി റോമിനെ മുറിച്ചു കൊടുക്കുകയാണ്. തൻ്റെ മൂത്ത മകനായിട്ടുള്ള അർക്കാഡിയസിന് കിഴക്കൻ റോമാണ് കൊടുക്കുന്നത്. ഇളയ മകനായ ഹൊണോറിയസിന് പടിഞ്ഞാറൻ റോമും കൊടുക്കുന്നു. ഇപ്പോൾ അർക്കാഡിയസ് കിഴക്കുണ്ട്, ഹൊണോറസ് പടിഞ്ഞാറുണ്ട്. റോം മൊത്തത്തിൽ ഭരിച്ചുകൊണ്ട് തിയോഡോഷ്യസ് ഒന്നാമനുമുണ്ട്. തിയോഡോഷ്യസ് ഒന്നാമൻ അതിശക്തനായിട്ടുള്ള ഒരു ചക്രവർത്തി തന്നെയായിരുന്നു. ഒരുപാട് ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ സാധ്യമായി. പ്രത്യേകിച്ചും കിഴക്കൻ റോമിലായിരുന്നു അദ്ദേഹം പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം തന്നെ അദ്ദേഹം പുതിയതായിട്ട് ഉടച്ചു പണിയുകയുണ്ടായി. ഡിഫൻസ് സിസ്റ്റത്തെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുകയുണ്ടായി. ഒരുപാട് ഫോർട്ടുകൾ സ്ഥാപിക്കുകയുണ്ടായി. കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി തിയോഡോഷ്യസ് ഒന്നാമൻ നിരവധി യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എല്ലാം വലിയ യുദ്ധങ്ങൾ തന്നെയായിരുന്നു. പടിഞ്ഞാറൻ റോമിനെ സഹായിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള യുദ്ധങ്ങൾ. ഈ യുദ്ധങ്ങളൊക്കെ തന്നെയും അദ്ദേഹത്തെ ഒരുപാട് അവശനാക്കിയിട്ടുണ്ടായിരുന്നു. നിരന്തരമായിട്ട് രോഗം തന്നെയായിരുന്നു. അതിനെ തുടർന്ന് ശാരീരികമായിട്ടുള്ള കാരണങ്ങളാൽ 395 സിയിൽ തിയോഡോഷ്യസ് ഒന്നാമൻ മരണമടയുകയാണ്. അദ്ദേഹം മരണമടയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായിട്ടുള്ള അർക്കാഡിയസിന് 16 വയസ്സും ഹൊണോറിയസിന് 10 വയസ്സുമായിരുന്നു പ്രായം. മരണമടയുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ വിൽപത്രത്തിൽ പ്രത്യേകമായിട്ട് ഒരു കാര്യം എഴുതി വച്ചിട്ടുണ്ടായിരുന്നു: റോമിനെ രണ്ടായിട്ട് മുറിച്ചു മാറ്റുക. സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണ നിർവഹണത്തിന് വേണ്ടി ആയിരുന്നു അദ്ദേഹം അതങ്ങനെ എഴുതി വച്ചിരുന്നത്. അദ്ദേഹത്തിന് വ്യക്തമായിട്ടറിയാം റോമിനെ ഒരൊറ്റ ചക്രവർത്തിക്ക് ഭരിക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ശരിക്കും 2 രാജ്യമായിട്ട് തന്നെ മുറിച്ചു മാറ്റുകയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇതിന് മുൻപുള്ള കാലഘട്ടങ്ങളിൽ ഈസ്റ്റേൺ റോമെന്നും വെസ്റ്റേൺ റോമെന്നും ഒക്കെ പറഞ്ഞിട്ട് പ്രവിശ്യകളുണ്ട്. പക്ഷേ അത് 2 രാജ്യങ്ങളായിട്ട് മാറുന്നില്ല. ഭരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി 2 രീതിയിൽ അങ്ങനെ ഡിവൈഡ് ചെയ്തു എന്ന് മാത്രം. പക്ഷേ ഈ ഘട്ടത്തിൽ തിയോഡോഷ്യസ് ഒന്നാമൻ അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുൻപ് തന്നെ 2ആയിട്ട് മുറിക്കുന്നതിനെക്കുറിച്ച് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ പ്രാബല്യത്തിൽ വരികയാണ്. റോം 2ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇനി നമുക്ക് അങ്ങോട്ട് റോം എന്ന് പറയാൻ സാധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പടിഞ്ഞാറൻ റോമിനെയാണ്. കാരണം റോമൻ പട്ടണം നിൽക്കുന്ന രാജ്യമാണല്ലോ റോമൻ സാമ്രാജ്യം. റോമൻ പട്ടണമില്ലാത്ത ബൈസൈൻറ്റൈൻ ആസ്ഥാനമായി ഭരിക്കുന്ന കിഴക്കൻ റോം ശരിക്കും ബൈസൈൻറ്റൈൻ എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടേണ്ടത്. പക്ഷേ ഇപ്പോഴും ചരിത്രരേഖകൾ അല്ലെങ്കിൽ ചരിത്രകാരന്മാർ ഈ ബൈസൈൻറ്റൈൻ സാമ്രാജ്യത്തെ കിഴക്കൻ റോമൻ സാമ്രാജ്യം എന്ന് പറയാറുണ്ട്. പക്ഷേ ചില ഗവേഷകരൊക്കെ അത് തെറ്റാണെന്ന് തിരുത്താറുമുണ്ട്. എന്തായാലും കിഴക്കൻ റോം എന്ന് പറയുന്ന ഗവേഷകർ പോലും അത് ബൈസൈൻറ്റൈൻ കൂടിയാണെന്നും പറയുന്നുണ്ട്. ചുരുക്കത്തിൽ പടിഞ്ഞാറൻ റോമാണ് ഇനി റോമൻ സാമ്രാജ്യം. കിഴക്കൻ റോം എന്ന് പറയുന്നത് അത് മറ്റൊരു രാജ്യമായി മാറിയിരിക്കുന്നു. അതിനെ ബൈസൈൻറ്റൈൻ എന്ന് വിളിക്കാൻ സാധിക്കുന്നതാണ്. മരണമടഞ്ഞ തിയോഡോഷ്യസ് ഒന്നാമൻ എന്ന ചക്രവർത്തി ക്രിസ്ത്യാനിറ്റിക്ക് വലിയ രീതിയിൽ സംഭാവന കൊടുത്തിട്ടുള്ള ഒരു ചക്രവർത്തി കൂടിയായിരുന്നു. ക്രിസ്ത്യൻസാണ് യൂറോപ്പിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ തന്നെ മെജോറിറ്റിയും ക്രിസ്ത്യൻസ് തന്നെ. അതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാരണം തിയോഡോഷ്യസ് ഒന്നാമൻ എന്ന ചക്രവർത്തിയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ നിരവധി പള്ളികൾ അദ്ദേഹം പണി കഴിപ്പിച്ചിരുന്നു. കിഴക്കൻ റോമിലെ അല്ലെങ്കിൽ ബൈസൈൻറ്റൈനിലെ ചക്രവർത്തിയായിട്ട് മാറിയ അർക്കാഡിയസിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധികളൊന്നും ഉണ്ടായില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു എംപയറിൽ ധാരാളമായിട്ട് പ്രഗത്ഭരായിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, ബ്യൂറോക്രാറ്റുകൾ ഉണ്ടായിരുന്നു, മിലിറ്ററി കമാൻഡേഴ്സ് ഉണ്ടായിരുന്നു.
ഇത്രയും അധികം തീവ്രതയുള്ള ശക്തരായിട്ടുള്ള കമാൻഡേഴ്സ് ഒരേ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത് വളരെ റെയറാണ്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ പ്രതികൂലമായിട്ട് ബാധിക്കുകയാണ് ചെയ്യുന്നത്. ഒരേപോലെ ശക്തരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് അവർക്ക് പരസ്പരം ഈഗോ ആയിരുന്നു. അതിനെ തുടർന്ന് അവർ തമ്മിൽ അധികാരത്തിൻ്റെ ഒരു പിടിവലി തന്നെ ഉണ്ടായിരുന്നു. അർക്കാഡീഷ്യസ് ഒരു വലിയ ചക്രവർത്തിയായിട്ട് മാറിയെങ്കിൽ പോലും അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള അധികാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അധികാരങ്ങളൊക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് ഓഫീസേഴ്സിനായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേണ്ട ബഹുമാനങ്ങളും ബഹുമതികളും ഒക്കെ ഈ ഓഫീസേഴ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. അവർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. മികച്ച രീതിയിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റമായിരുന്നു മുമ്പ് മരണമടഞ്ഞ തിയോഡോഷ്യസ് ഒന്നാമൻ കിഴക്കൻ റോമിൽ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. അത് തുടർന്നു പോകുക മാത്രമായിരുന്നു ഇവർക്ക് ചെയ്യാനുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് തന്നെ ഈ കിഴക്കൻ റോം അല്ലെങ്കിൽ ബൈസൻ്റെയിൻ കുറച്ചുകൂടെ ശക്തമായിട്ട് മാറുകയാണ്. അവർക്ക് മികച്ച ഒരു ഡിഫൻസ് സിസ്റ്റം പോലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴായിട്ട് അവരെ ആക്രമിക്കാനായിട്ട് ശ്രമിച്ചിരുന്ന ഗോത്തുകളെ തടയാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അതേസമയം പടിഞ്ഞാറൻ റോമിൽ കാര്യങ്ങൾ അത്ര സുഖപ്രദമൊന്നും ആയിരുന്നില്ല. അവിടുത്തെ ചക്രവർത്തിയായിട്ടുള്ള ഹൊണോറിയസിന് വെറും 10 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അതുകൊണ്ട് തന്നെ സ്വയം ഭരിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഒരു റീജൻ്റാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാര്യങ്ങളൊക്കെ തന്നെ നോക്കി നടപ്പിലാക്കിയത്. അദ്ദേഹത്തിൻ്റെ പേര് ജനറൽ സ്റ്റിൽച്ചോ എന്നാണ്. അലാറിക് ഒന്നാമൻ രാജാവിൻ്റെ കീഴിൽ വിസിഗോത്ത് റോം ആക്രമിക്കുകയുണ്ടായി. റോമിനെ നാമാവശേഷമാക്കാൻ അവർക്ക് സാധ്യമായി. റോമൻ നഗരം തന്നെയാണ് ഇവർക്ക് ആക്രമിക്കാൻ സാധ്യമായത്. ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അവിടെ അധികാരം സ്ഥാപിക്കാനൊന്നും ഇവർ കൂട്ടാക്കിയില്ല. അവിടെ അവർ 2 ദിവസത്തോളം ഉണ്ടായിരുന്നു. ആ 2 ദിവസം കൊണ്ട് പരമാവധി അവർ അവിടെ നിന്നും കൊള്ളയടിക്കുകയാണ് ഉണ്ടായത്. റോമിൽ ഏറ്റവും കൂടുതൽ ധനമുണ്ടായിരുന്നത് അല്ലെങ്കിൽ ധനികരുണ്ടായിരുന്നത് ഈ റോമൻ പട്ടണത്തിൽ തന്നെയായിരുന്നു. അവിടെ നിന്നും പരമാവധി അവർ കൊള്ളയടിച്ചു. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ അവർ ബലാത്സംഗത്തിന് ഇരയാക്കി. നിരവധി പുരുഷന്മാരെ ഒരു കാരണവുമില്ലാതെ തന്നെ കൊല്ലുകയും ചെയ്തു. 2 ദിവസങ്ങൾക്ക് ശേഷം റോമൻ സാമ്രാജ്യത്തിന് അവരുടെ നഗരമായിട്ടുള്ള റോം തിരികെ കിട്ടി. പക്ഷേ കനത്ത നാശനഷ്ടവും അതിനുപരിയായിട്ട് വലിയ രീതിയിലുള്ള മാനഹാനിയുമാണ് അവർക്ക് സംഭവിച്ചത്. ഈ ഒരു ഇൻവേഷന് പുറമെ വേറെയും ചെറിയ ചില യുദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അത് റോമൻ നഗരത്തിലായിരുന്നില്ല. ഈ പടിഞ്ഞാറൻ റോമിൻ്റെ വിവിധ പ്രവിശ്യകളിലായിട്ടായിരുന്നു. ആ യുദ്ധത്തിലൊക്കെ തന്നെയും ആ ട്രൈബൽസിന് വിജയിക്കാനും സാധ്യമായി. 408 CE മെയ് മാസം 1-ാം തീയതി പടിഞ്ഞാറൻ റോമിൻ്റെ ചക്രവർത്തിയായിട്ടുണ്ടായിരുന്ന അർക്കേഡിയസ് മരണമടയുകയുണ്ടായി. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 31 വയസ്സായിരുന്നു. ആ 31 വയസ്സിൽ 25 വർഷവും അദ്ദേഹം റോമിൻ്റെ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം പിന്നീട് അധികാരത്തിലേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള തിയോഡോഷ്യസ് രണ്ടാമനാണ്. പക്ഷേ ആ കുട്ടിക്ക് വെറും 7 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അതുകൊണ്ട് തന്നെ തിയോഡൈഷ്യസ് രണ്ടാമൻ്റെ മൂത്ത സഹോദരിയായിരുന്നു ഭരണകാര്യങ്ങളൊക്കെ തന്നെ നോക്കി നടപ്പിലാക്കിയത്. ആ സഹോദരിയുടെ പേര് പുൽച്ചേറിയ എന്നാണ്. പുൽച്ചേറിയ റോമൻ സാമ്രാജ്യത്തിലെ തന്നെ ഏറ്റവും ശക്തിയായിട്ടുള്ള സ്ത്രീകൾ ഒരാളായിരുന്നു. അവർക്ക് മികച്ച രീതിയിൽ തന്നെ ഭരണം നടപ്പിലാക്കാൻ സാധ്യമാകുന്നുണ്ട്. 423 CE ആയപ്പോഴേക്കും പടിഞ്ഞാറൻ റോമിലെ ചക്രവർത്തിയായിട്ടുള്ള ഹൊണോറസും മരണമടയുമ്പോൾ അദ്ദേഹത്തിന് 39 വയസ്സായിരുന്നു പ്രായം. പക്ഷേ 30 വർഷത്തോളം അദ്ദേഹം ചക്രവർത്തിയായിട്ട് ഇരുന്നതിന് ശേഷമാണ് മരിക്കുന്നത്. ഹൊണോറിയസ് മരിച്ചതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു മിലിറ്ററി ഓഫീസറായിട്ടുള്ള ജോയാൻസ് സ്വയം അധികാരത്തിലേറുകയായിരുന്നു. ഞാനാണ് ഇനി ചക്രവർത്തി എന്ന് അദ്ദേഹം സ്വയം വിളംബരം ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു നല്ല സൈന്യവും ഉണ്ടായിരുന്നു. അതേസമയം പടിഞ്ഞാറൻ റോമിലുണ്ടായിരുന്ന തിയോഡോഷ്യസ് രണ്ടാമൻ ഇത് നോക്കി നിന്നില്ല. അദ്ദേഹം ഒരു വലിയ സൈന്യത്തെ അയച്ച് ജോയാനസിനെ കൊല്ലുകയായിരുന്നു. അതിനുശേഷം അടുത്ത ചക്രവർത്തിയായിട്ട് നിയമിക്കുന്നത് വാലന്റീനിയൻ മൂന്നാമനാണ്. ആരാണ് ഈ വാലന്റീനിയൻ മൂന്നാമൻ? തിയോഡോഷ്യസ് രണ്ടാമനുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു രക്തബന്ധം തന്നെ വാലന്റീനിയൻ മൂന്നാമൻ പങ്കിടുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് പറയണമെങ്കിൽ ഇടയ്ക്ക് വന്നുപോയ ഒരു എംപറിനെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. ഏതാനും മാസം മാത്രമായിരുന്നു അദ്ദേഹം അധികാരത്തിൽ ഉണ്ടായിരുന്നത്. ഹൊണോറിയസ് ഭരിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ഒരു വാർ ഹീറോ ആയിരുന്ന കോൺസ്റ്റന്റൈനസ് മൂന്നാമൻ ഒരു മികച്ച പോരാളി തന്നെ ആയിരുന്നു. അതിനു പുറമെ ഹൊണോറിയസിൻ്റെ സഹോദരിയായ പ്ലസീഡിയയുടെ ഭർത്താവ് കൂടിയാണ്. അദ്ദേഹത്തെ എംപറായിട്ട് ഹൊണോറിയസ് മാറ്റുന്നുണ്ട്. 421 അദ്ദേഹം എംപറായിട്ട് മാറുന്നത്. പക്ഷേ വെറും 7 മാസം മാത്രമായിരുന്നു അദ്ദേഹത്തിന് അധികാരത്തിലിരിക്കാൻ സാധ്യമായത്. അതിനുശേഷം അദ്ദേഹം മരണമടഞ്ഞു. സ്വാഭാവികമായിട്ടുള്ള കാരണങ്ങളാലാണ് അദ്ദേഹം മരണമടയുന്നത്. പക്ഷേ തൻ്റെ ഭാര്യയായിട്ടുള്ള ഹൊണോറിയസിൻ്റെ സഹോദരിയായിട്ടുള്ള പ്ലസീഡിയയിൽ അദ്ദേഹത്തിന് ഒരു പുത്രനുണ്ടായിരുന്നു. ആ പുത്രനാണ് വാലന്റീനിയൻ മൂന്നാമൻ.
അതായത് തിയോഡോഷ്യസ് രണ്ടാമന് വളരെ വേണ്ടപ്പെട്ട വ്യക്തി. അതുകൊണ്ട് തന്നെയാണ് വാലന്റീനിയൻ മൂന്നാമന് അധികാരം കൊടുക്കുന്നത്. പക്ഷേ വാലന്റീനിയൻ മൂന്നാമന് വെറും 6 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അതുകൊണ്ട് തന്നെ വാലന്റീനിയൻ മൂന്നാമൻ്റെ അമ്മയായ പ്ലസീഡിയ റീജൻ്റായിട്ട് അധികാരത്തിലേറുകയാണ്. ചക്രവർത്തിനി എന്നൊരു സ്ഥാനമില്ലെങ്കിൽ പോലും അവരാണ് കാര്യങ്ങളൊക്കെ തന്നെ നോക്കി നടപ്പിലാക്കുന്നത്. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റു ചില ഓഫീസേഴ്സുമുണ്ട്. പ്ലസീഡിയയും മികച്ച ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റോമൻ ലേഡി തന്നെയാണ്. റോമൻ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിൽ സ്ത്രീകൾ ഉയർന്നു വരുന്നത് വളരെ വിരളമാണ്. അത്തരത്തിൽ ഉയർന്നു വന്ന ഒരു സ്ത്രീയാണ് പ്ലസീഡിയ. വാലന്റീനിയൻ മൂന്നാമൻ പ്രായപൂർത്തിയായപ്പോൾ പ്ലസീഡിയ തൻ്റെ റീജൻ പദവിയിൽ നിന്ന് മാറുകയാണ് ഉണ്ടായത്. പക്ഷേ വാലന്റീൻ മൂന്നാമന് വലിയ രീതിയിൽ അധികാരം ആസ്വദിക്കാൻ സാധിക്കുന്നില്ല. സാധാരണഗതിയിൽ ജനങ്ങളൊക്കെ തന്നെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവരുടെ ചക്രവർത്തിയായിരിക്കും. പക്ഷേ ഈ ഘട്ടത്തിൽ ഒരു വലിയ വാർ ഹീറോ ഉണ്ട്. എല്ലാവർക്കും ജീവനായിട്ടുള്ള, എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ഒരു വാർ ഹീറോ. അദ്ദേഹത്തിൻ്റെ പേര് ഐറ്റിയസ് എന്നാണ്. മജിസ്റ്റർ മിലിറ്റിയമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം. അതായത് മുഴുവൻ സൈന്യത്തിൻ്റെയും മുകളിലുള്ള തലവനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഒരു ഹീറോ ആക്കി മാറ്റുന്നത് 451 സിയിൽ നടന്ന ബാറ്റിൽ ഓഫ് കറ്റലോണിയൻ ആണ്. ആ യുദ്ധത്തിൽ അറ്റില്യ ദ ഹണ്ണിനെ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്താൻ സാധ്യമാകുന്നുണ്ട്. അന്ന് അദ്ദേഹം കീഴ്പ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ റോം അറ്റിലിയ പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കുമായിരുന്നു. അതിനെ തുടർന്നാണ് ഇദ്ദേഹം ഒരു വാർ ഹീറോ ആയിട്ട് മാറുന്നത്. എല്ലാവരും ഇങ്ങനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ട് സഹിക്ക വയ്യാതെ ജലസി മൂത്ത് ചക്രവർത്തിയായിട്ടുള്ള വാലന്റീനിയൻ മൂന്നാമൻ ഈ ഐറ്റിയസിനെ കൊന്നുകളയുകയാണ്. അതും നേരിട്ട് തന്നെ, മറ്റൊരാളെയും ഉപയോഗിക്കാതെ തന്നെ. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കും പട്ടാളക്കാർക്കും വലിയ രീതിയിലുള്ള ഒരു അരിശം വാലന്റീനിയൻ മൂന്നാമനോട് തോന്നുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ കലാശിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ബോഡി ഗാർഡ് തന്നെയാണ് അദ്ദേഹത്തെ കൊന്നുകളയുന്നത്. വർഷം 455 CE. വാലന്റീനിയൻ മൂന്നാമന് പെൺമക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആൺമക്കൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ശൂന്യത അല്ലെങ്കിൽ വോയിഡ് ഉണ്ടാകുന്നുണ്ട്. അത് കൃത്യമായിട്ട് മുതലെടുക്കുന്നത് പെട്രോണിയസ് മാക്സിമസ് എന്ന് പറയുന്ന ഒരു സീനിയർ സെനറ്റ് അംഗമാണ്. അദ്ദേഹം ചക്രവർത്തിയായിട്ട് സ്വയം അവരോധിതനാകുകയാണ്. അദ്ദേഹത്തിന് കൂടുതൽ പാരമ്പര്യം ഉണ്ടാകാനായിട്ട് മരണമടഞ്ഞ വാലന്റീനിയൻ മൂന്നാമൻ്റെ ഭാര്യയായ എക്സോഡിയെ വിവാഹം ചെയ്യുന്നുണ്ട്. പക്ഷേ പെട്രോണിയസ് മാക്സിമസിന് ആ അധികാരം അങ്ങനെ ആസ്വദിക്കാൻ സാധ്യമായില്ല. കാരണം 7 മാസങ്ങൾക്ക് ശേഷം ഉണ്ടായ വലിയ ഒരു യുദ്ധം തന്നെയാണ്. റോമൻ സൈന്യത്തിന് വർഷങ്ങളായിട്ട് ശക്തമായിട്ടുള്ള ഒരു നാവിക പട തന്നെയുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായിട്ട് തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്. ആരും തന്നെ അത് കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. അത് മുതലെടുത്ത് വന്നിരിക്കുകയാണ് നോർത്ത് ആഫ്രിക്ക കേന്ദ്രീകരിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്ന വെനാഡൽസ് അവരുടെ ശക്തമായിട്ടുള്ള നാവികസേനയെ ഉപയോഗിച്ച് മെഡിറ്ററേനിയൻ സമുദ്രം താണ്ടി റോമിൽ എത്തിച്ചേർന്നു. റോം കൊള്ളയടിക്കാൻ അവർക്ക് സാധ്യമായി. 455 നടന്ന ഈ യുദ്ധവും സാക്ക് ഓഫ് റോം എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇത് കുറേ കൂടി ഭീകരമായിട്ടുള്ള ഒരു കൊള്ളയടിയായിരുന്നു. ഈ വെനാഡിറ്റ്സ് അവിടെ വന്ന് ഭരിക്കുകയൊന്നും ചെയ്തില്ല. അവരവിടെ വന്ന് 2 ആഴ്ചയോളം കൊള്ളയടിക്കുകയാണ് ചെയ്തത്. അവിടെ ഉണ്ടായിരുന്ന സ്വത്തുക്കളൊക്കെ തന്നെയും അവർ കവർന്നെടുക്കുകയുണ്ടായി. അവിടെയുള്ള സ്ത്രീകളെ അവർ പീഡിപ്പിച്ചു. അതിനു പുറമെ ചക്രവർത്തിനിയായിരുന്ന എക്സോഡിയെയും അവരുടെ 2 പെൺമക്കളെയും ഇവർ പീഡിപ്പിച്ച് കൊല്ലുകയുണ്ടായി. ഈ യുദ്ധത്തിൽ തന്നെ പെട്രോണിയസ് മാക്സിമസ് മരണമടയുന്നുണ്ട്. റോമോ തീർത്തും ദുർബലമാകുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. വിസിഗോത്തിക് ഗോത്രത്തിലെ ആ കാലഘട്ടത്തിലെ രാജാവാണ് തിയോഡോറിക് രണ്ടാമൻ. അദ്ദേഹത്തിന് നേരിട്ട് റോമിലെ ചക്രവർത്തിയാകാൻ സാധിക്കുകയില്ല. ഇപ്പോൾ തീർത്തും ദുർബലമായി കിടക്കുന്ന റോമിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് വേണ്ടപ്പെട്ട, അയാൾ പറയുന്ന പോലെ പ്രവർത്തിപ്പിക്കുന്ന ഒരു പപ്പറ്റ് എംപററിനെ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരാളെ അയാൾ തപ്പിയെടുക്കുന്നുണ്ട്. അയാളുടെ പേര് അവിക്ടസ് എന്നാണ്. പക്ഷേ അവിക്ടസിനും അധികം നാൾ ഭരിക്കാൻ സാധ്യമായില്ല. അതിന് കാരണക്കാരനായതും റോമാക്കാരനല്ല, റോമിന് വെളിയിലുള്ള ഒരു വ്യക്തിയാണ്. ജർമ്മേനിയയിലെ ഒരു ഗോത്രമായ ഗോത്തിക് വിഭാഗത്തിലെ കമാൻഡറായ റിസിമറാണ്. റിസിമർ ഈ ഒരു കാലഘട്ടമായപ്പോഴേക്കും റോമിലെ പ്രധാനപ്പെട്ട ഒരു കമാൻഡിംഗ് ഓഫീസറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതിനു പുറമെ റോമൻ കിങ് മേക്കർ എന്ന് പോലും വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം മാറുകയാണ്. ജന്മനാൽ ഒരു റോമാക്കാരനല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്വയം ഒരു ചക്രവർത്തിയായിട്ട് മാറാൻ സാധിക്കുമായിരുന്നില്ല. സെനറ്റ് അംഗങ്ങളോ മറ്റു ഒഫീഷ്യലുകളോ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ട് അദ്ദേഹം പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ, ഒരു റോമാക്കാരനെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന വ്യക്തിയാണ് മെജോറിയൻ. പക്ഷേ മെജോറിയൻ റെസിമറിൻ്റെ കണക്കുകൂട്ടലിന് വിഭിന്നമായിട്ടാണ് പെരുമാറിയത്.
മെജോറിയന് ആ ഒരു സ്ഥാനത്തേക്ക് വരേണ്ടത് ഒരു ആവശ്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ റിസിമർ പറയുന്നതൊക്കെ സമ്മതിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. പക്ഷേ അധികാരത്തിൽ കയറിക്കഴിഞ്ഞതിന് ശേഷം മെജോറിയൻ്റെ സ്വഭാവം അപ്പാടെ തന്നെ മാറുകയാണ്. അദ്ദേഹം മികച്ച ഒരു റോമൻ ചക്രവർത്തിയായിട്ടാണ് മാറിയത്. റോമാക്കാരെ കുറച്ചുകൂടെ ശക്തമാക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം പല നിയമങ്ങളും കൊണ്ടുവന്നു. വളരെയധികം മോശമായിട്ടുണ്ടായിരുന്ന റോമിൻ്റെ നാവികസേനയെ അദ്ദേഹം കൂടുതൽ ശക്തമായിട്ടുള്ളൊരു നാവികസേനയാക്കി മാറ്റി. കാരണം നോർത്ത് ആഫ്രിക്കയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വാൻഡൽസിൻ്റെ ആക്രമണമാണ്. അഡ്മിനിസ്ട്രേഷൻ പരമായിട്ടുള്ള ഒരുപാട് മികച്ച നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല റെസിമേർ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്തു കൊടുക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. പക്ഷേ റെസിമേർ അപ്പോഴും ഒരു കിങ് മേക്കർ തന്നെയായിരുന്നു. റെസിമേറിന് മെജോറിയനെ ചക്രവർത്തിയാക്കി മാറ്റാൻ സാധിക്കുമെങ്കിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് ഇറക്കാനും സാധിക്കുമായിരുന്നു. ഒരു മികച്ച സമയത്തിനു വേണ്ടി റെസിമേർ കാത്തിരിക്കുകയായിരുന്നു. ഒടുവിൽ ആ ഒരു സമയം വന്നെത്തി. അതൊരു യുദ്ധമായിരുന്നു, വാൻഡൽസുമായിട്ട് നടന്നിട്ടുള്ള ഒരു യുദ്ധം. ആ യുദ്ധത്തിൽ വിജയിച്ചത് മെജോറിയൻ തന്നെയാണ്. യുദ്ധം വിജയിച്ചതിന് ശേഷം ആ പട തിരികെ ഇറ്റലിയിലേക്ക് അല്ലെങ്കിൽ റോമിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് റെസിമേറിൻ്റെ ഭാഗത്തു നിന്നും ഒരു കരുനീക്കം ഉണ്ടാകുന്നത്. ആ നീക്കത്തെ തുടർന്ന് മെജോറിയൻ മരണമടയുകയാണ്. റോം ഭരിച്ച ഏറ്റവും അവസാനത്തെ ഏറ്റവും ശക്തനായിട്ടുള്ള ചക്രവർത്തിയായിട്ട് മെജോറിയനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അതിനുശേഷം വന്ന ചക്രവർത്തിമാരൊക്കെ തന്നെയും വെറും പാവകൾ മാത്രമായിരുന്നു. അടുത്ത ചക്രവർത്തിയെ കൊണ്ടുവന്നതും കിങ് മേക്കറായിട്ടുള്ള റിസിമർ തന്നെയാണ്. ലിബിയസ് സെവറസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു സെനറ്റ് അംഗമായിരുന്നു. പക്ഷേ ഒരു പാവയായിട്ടുള്ള ചക്രവർത്തി മാത്രമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു രീതിയിലുള്ള പവറും ഉണ്ടായിരുന്നില്ല. ഭരണം പൂർണ്ണമായിട്ടും റിസിമറിൻ്റെ കയ്യിൽ തന്നെയാണ്. ഈ ഒരു പുതിയ ചക്രവർത്തിയെ അംഗീകരിക്കാൻ അയൽ രാജ്യങ്ങൾ കൂട്ടാക്കിയില്ല. തൊട്ടടുത്തുള്ള രാജ്യമായിരുന്ന പഴയ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ബൈസൈൻറ്റൈനും ഇത് അംഗീകരിക്കുന്നില്ല. ആ സമയത്ത് നോർത്ത് ആഫ്രിക്ക കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചിരുന്ന വാൻഡൽസിൻ്റെ രാജാവ് ഗൈസേറിയ ആയിരുന്നു. ഗൈസേറിയ പല തവണയായിട്ട് യുദ്ധങ്ങൾ ഈ മേഖലകളിലേക്ക്, അതായത് ബൈസൈൻറ്റൈനിലേക്കും അതുപോലെ റോമൻ സാമ്രാജ്യത്തിലേക്കും അഴിച്ചുവിടുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാനായിട്ട് അവർ പലകുറി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ 465 CE ലിബിയസ് എന്ന ചക്രവർത്തി മരണമടഞ്ഞു. അതിനുശേഷം പുതുതായിട്ട് ഒരു ചക്രവർത്തിയെ കണ്ടെത്താനായിട്ട് റെസിമേറിന് ഒരുപാട് വേർപ്പൊഴുക്കേണ്ടി വന്നു. മികച്ച ഒരു ചക്രവർത്തിയാകാൻ പറ്റിയ ഒരുപാട് കാൻഡിഡേറ്റുകൾ റോമിൽ ആ കാലഘട്ടത്തിലുണ്ട്. പക്ഷേ അവരെ ആക്കിക്കഴിഞ്ഞാൽ റെസിമേറിന് തൻ്റെ അധികാരം നഷ്ടമാകുന്നതാണ്. താൻ പറയുന്ന പോലെ അനുസരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി വന്നിരുന്നത്. 2 വർഷത്തോളം അദ്ദേഹം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അങ്ങനെ ഒരാളെ കണ്ടെത്താൻ സാധ്യമായില്ല. ഒടുവിൽ അദ്ദേഹം സഹായം അഭ്യർത്ഥിച്ചു പോകുന്നത് ബൈസൈൻറ്റൈനിൽ അന്ന് ഭരിച്ചിരുന്ന ലിയോ ഒന്നാമൻ എന്ന ചക്രവർത്തിയുടെ അരികിലേക്കായിരുന്നു. ലിയോ ഒന്നാമൻ ഒരു മികച്ച കാൻഡിഡേറ്റിനെ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അന്തേമിയസ് എന്നാണ്. ഒരു മിലിറ്ററി കമാൻഡർ ആയിരുന്ന അന്തേമിയസ് 467 CE അധികാരത്തിലേറി. റെസിമർ വിചാരിച്ചതുപോലെ തന്നെ ഉള്ള ഒരു ചക്രവർത്തിയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് ഈ അന്തേമിയസ് പ്രവർത്തിച്ചത്. നോർത്തേൺ ആഫ്രിക്കയിൽ നിന്നുള്ള വാൻഡൽസിൻ്റെ അതിക്രമത്തെ ചെറുത്തു നിൽക്കാനായിട്ട് ബൈസൈൻറ്റൈൻ സാമ്രാജ്യവും റോമൻ സാമ്രാജ്യവും മിലിറ്ററിപരമായിട്ട് ഒന്നിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലായിരുന്നു. അത് ഏറെക്കുറെ വിജയം തന്നെ ആയിരുന്നു. ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാൽ 472 CE റിസിമർ മരണമടയുന്നത്. മരണമടയും വരെ അദ്ദേഹമായിരുന്നു റോമിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു വ്യക്തി. റോമിൻ്റെ ചരിത്രത്തിൽ പോലും ഇത്രയും ശക്തനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല. എല്ലാ കാലഘട്ടത്തിലും ശക്തനായിട്ടുള്ള വ്യക്തി റോം ഭരിക്കുന്ന ചക്രവർത്തി തന്നെ ആയിരിക്കും. പക്ഷേ ചക്രവർത്തിയേക്കാൾ മുകളിൽ ചക്രവർത്തിയെ എപ്പോൾ വേണമെങ്കിലും മാറ്റാൻ സാധിക്കുന്ന, പുതുതായിട്ട് ഇഷ്ടമുള്ള ആളുകളെ ചക്രവർത്തിയാക്കാൻ സാധിക്കുന്ന റെസിമറിൻ്റെ അത്രയും ശക്തിയുള്ള ഒരു വ്യക്തി പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതിനു മുൻപും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ റിസിമർ കാരണം തന്നെയാണ് റോം തകർന്നടിയുന്നത്. കാരണം റിസിമർ ഇത്തരത്തിൽ പപ്പറ്റുകളായിട്ടുള്ള ചക്രവർത്തികളെ സൃഷ്ടിക്കുന്നതിലൂടെ റോം കൂടുതൽ ദുർബലമായിട്ട് മാറുകയായിരുന്നു. ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും ഭരണപരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കേണ്ടതാണ്. കൂടുതൽ സൈനിക ശക്തി ഉയർത്തിക്കൊണ്ടുവരേണ്ടതായിരുന്നു. കൂടുതൽ സാങ്കേതിക വിദ്യകൾ ഉൽപ്പാദിപ്പിക്കേണ്ടതായിരുന്നു. അവിടെയൊക്കെ തന്നെയും വലിയ പരാജയമായിരുന്നു. റിസിമറിന് സുഖകരമായിട്ട് ജീവിതം കഴിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക മാത്രമായിരുന്നു ആ ഘട്ടങ്ങളിൽ റോമൻ സാമ്രാജ്യം ചെയ്തുകൊണ്ടിരുന്നത്. അത് റോമിന് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ തന്നെയാണ് സമ്മാനിക്കുന്നത്. അന്തേമിയസിന് ശേഷം പിന്നീടുള്ള 2 വർഷങ്ങളിൽ 3 ചക്രവർത്തിമാരാണ് അധികാരത്തിലേറിയത്. 3 പേർക്കും പെട്ടെന്ന് തന്നെ തങ്ങളുടെ സ്ഥാനം നഷ്ടമാകുകയായിരുന്നു. ഒലീബ്രിയസ്, ഗ്ലൈസീറിയസ്, നിപ്പോസ് എന്ന പേരിലാണ് ഇവർ 3 പേരും അറിയപ്പെടുന്നത്. 3 പേരും തീർത്തും ദുർബലരായിട്ടുള്ള ചക്രവർത്തികളായിരുന്നു. അവരെ കൊണ്ടൊന്നും തന്നെ ചെയ്യാൻ സാധ്യമായില്ല. നിപ്പോസ് ചക്രവർത്തി ആയിരുന്ന ഘട്ടത്തിൽ
അറസ്റ്റസ് എന്ന ഒരു ഹൺ വിഭാഗത്തിലെ വ്യക്തിയായിരുന്നു മജിസ്റ്റർ മെലിറ്റം. അതായത് അദ്ദേഹമായിരുന്നു പട്ടാളക്കാരുടെ ഏറ്റവും മുകളിലുള്ള സ്ഥാനം അലങ്കരിച്ചിരുന്നത്. അദ്ദേഹവും ഒരു റോമാക്കാരനായിരുന്നില്ല, ഹൺസ് വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അതായത് അദ്ദേഹം സെൻട്രൽ ഏഷ്യയിൽ നിന്നും വന്നെത്തിച്ചേർന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് നേരിട്ട് ഒരു ചക്രവർത്തിയാകാൻ സാധിക്കുമായിരുന്നില്ല, പക്ഷേ ശക്തനായിട്ടുള്ള ഒരു വ്യക്തി തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോഴുണ്ടായിരുന്ന ചക്രവർത്തിയായിട്ടുള്ള നിപ്പോസിനെ ആ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യാൻ ഇദ്ദേഹത്തിന് സാധ്യമായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനായ റോമുലസ് അഗസ്തുലസ് അത് ഒരു റോമാക്കാരനായിരുന്നു. കാരണം അറസ്റ്റസിന് ഒരു റോമാക്കാരിയിൽ ഉണ്ടായിരുന്ന മകനായിരുന്നു ഈ റോമുലസ് അഗസ്തുലസ്. 475 CE റോമുലസ് അധികാരത്തിലേക്ക് വരികയാണ്. റോമുലസിൻ്റെ പേര് എക്കാലത്തും എല്ലാവരും ഓർത്തിരിക്കുന്നതാണ്. അത് മികച്ചൊരു ചക്രവർത്തി ആയതുകൊണ്ടല്ല. റോമുലസ് വളരെ ഭീരുവായിട്ടുള്ള, ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കാത്ത ഒരു ചക്രവർത്തി ആയിരുന്നു. പക്ഷേ റോമൻ സാമ്രാജ്യത്തിലെ അവസാനത്തെ ചക്രവർത്തി റോമുലസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് എക്കാലത്തേക്കും ഓർത്തിരിക്കുന്നതാണ്. റോമുലസിനെ ചക്രവർത്തിയാക്കി വെച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ നോക്കി നടപ്പിലാക്കിയത് അദ്ദേഹത്തിൻ്റെ അച്ഛനായ അറസ്റ്റസ് ആണ്. പക്ഷേ അറസ്റ്റസിന് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. വലിയ രീതിയിലുള്ള ഒരു കലാപം റോമിൽ അപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ റോമാക്കാരുടെ പട്ടാളം അത്ര ശക്തമായിട്ടുള്ള ഒരു പട്ടാളമൊന്നും ആയിരുന്നില്ല. ആ സൈന്യത്തിൽ തന്നെ വളരെ കുറച്ച് പേർ മാത്രമാണ് റോമാക്കാരായിട്ടുള്ളത്. ബാക്കിയുള്ള ബഹുഭൂരിപക്ഷം ആളുകളെയും വെളിയിൽ നിന്നും ഹയർ ചെയ്തിട്ടുള്ളവരാണ്. അതായത് അവരൊക്കെ തന്നെയും കൂലിപ്പട്ടാളക്കാരാണ്. അവർക്ക് തന്നെ കൃത്യമായിട്ട് ശമ്പളം കൊടുക്കാൻ സാധ്യമാകുന്നില്ല. ജർമ്മേനിയക്കാരായിട്ടുള്ള നിരവധി ആളുകൾ ഈ കൂലിപ്പട്ടാളത്തിൽ ഉണ്ടായിരുന്നു. ശമ്പളം കിട്ടാതെ വന്നതിനെ തുടർന്ന് അവർ വലിയൊരു റിവോൾട്ട് തന്നെ നടപ്പിലാക്കുന്നുണ്ട്. അത് പിന്നീട് ഒരു യുദ്ധമായി മാറുന്നുമുണ്ട്. ആ യുദ്ധത്തിൽ അവരെ നയിച്ചത് ഗർമേനിയൻ തലവനായിട്ടുള്ള ഒഡാക്കറാണ്. ഒഡാക്കറിൻ്റെ സൈന്യത്തിന് വളരെ അനായാസമായി അറസ്റ്റസിനെ കീഴ്പ്പെടുത്താൻ സാധ്യമായി. അറസ്റ്റസ് കൊല്ലപ്പെടുകയാണ്. അതിനുശേഷം ഈ ഒരു വലിയ സൈന്യം മാർച്ച് ചെയ്തു പോകുന്നത് ചക്രവർത്തിയായിട്ടുള്ള റോമുലസിൻ്റെ കൊട്ടാരത്തിലേക്കായിരുന്നു. ഈ ഒരു സൈന്യം വരുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ തന്നെ റോമുലസ് അടിമുടി വിറയ്ക്കാൻ തുടങ്ങി. അദ്ദേഹം ഒരു പോരാളിയെ ആയിരുന്നില്ല, എല്ലാത്തിനോടും ഭയം തന്നെ ആയിരുന്നു. ഒഡാക്കർ അവിടെ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കാലിലേക്ക് വീഴുകയായിരുന്നു റോമുലസ് ചെയ്തത്. എന്നെ കൊല്ലരുത്, എന്നെ രക്ഷിക്കണമെന്ന് കെഞ്ചി അപേക്ഷിക്കുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് തന്നെ അദ്ദേഹത്തെ കൊല്ലുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തോട് റിട്ടയർ ചെയ്യാൻ പറയുകയായിരുന്നു. റിട്ടയർ ചെയ്തിട്ട് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള പണം പെൻഷനായിട്ട് മാസാമാസം കൊടുക്കാനുള്ള ഒരു നിയമം ഒഡാക്കർ പാസ്സാക്കിയാണ്. അങ്ങനെ റോമുലസും കുടുംബവും കമ്പാനി എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് പോവുകയാണ്. പിന്നീടുള്ള ജീവിതകാലം അവർ അവിടെയാണ് കഴിച്ചു കൂട്ടുന്നത്. പുതിയതായിട്ട് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒഡാക്കർ അദ്ദേഹം മറ്റൊരു റോമാക്കാരനെ തേടി എങ്ങോട്ടും പോയില്ല. അദ്ദേഹത്തിന് തന്നെ അവിടുത്തെ ചക്രവർത്തിയാകണമായിരുന്നു. അദ്ദേഹം തീർച്ചയായിട്ടും ഒരു റോമാക്കാരനായിരുന്നില്ല. അദ്ദേഹം ഗർമേനിയക്കാരനായിരുന്നു. ഗർമേനിയക്കാരൻ ചക്രവർത്തിയാകാൻ പോവുകയാണ് റോമിൻ്റെ. അതോടുകൂടി റോമിൻ്റെ പാരമ്പര്യം തന്നെ അവിടെ അവസാനിക്കുകയാണ്. ഇനി റോമൻ സാമ്രാജ്യമില്ല. ഒഡാക്കറിന് മുൻപുണ്ടായിരുന്ന ആളുകൾ ചക്രവർത്തിമാരായിരുന്നുവെങ്കിൽ ഒഡാക്കർ ചക്രവർത്തിയായിട്ട് മാറുന്നില്ല. അദ്ദേഹത്തിന് റോമൻ സാമ്രാജ്യം തന്നെ വേണ്ട. അദ്ദേഹം പുതിയൊരു കിങ്ഡം അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്, കിങ്ഡം ഓഫ് ഇറ്റലി. റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇമ്പീരിയൽ റെഗേലിയ അദ്ദേഹം ബൈസെൻറ്റൈനിലേക്ക് അയക്കുകയാണ്. ഇമ്പീരിയൽ റിഗേലിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചക്രവർത്തിയുടെ കിരീടവും ചെങ്കോലും മറ്റ് വിശിഷ്ട വസ്തുക്കളുമാണ്. അതൊക്കെ തന്നെയും ബൈസെൻറ്റൈനിലുണ്ടായിരുന്ന അപ്പോഴത്തെ ചക്രവർത്തിയായിട്ടുള്ള സിനോയ്ക്ക് കൊടുക്കുകയാണ്. അതിൻ്റെ ഉദ്ദേശം തന്നെ റോമൻ സാമ്രാജ്യം ഇനി ഇല്ല എന്ന് ലോകത്തെ അറിയിക്കുക എന്ന ലക്ഷ്യമായിരുന്നു. ബൈസെൻറ്റൈനിലെ ചക്രവർത്തി സിനോ ഇവരെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ രാജ്യത്തെ ഒരു രാജ്യമായിട്ട് തന്നെ അംഗീകരിക്കുന്നുണ്ട്. ഇറ്റലി ഓഫ് കിങ്ഡം അവിടെ ആരംഭിക്കുകയാണ്. റോമൻ സാമ്രാജ്യം തകർന്ന് അടിഞ്ഞിരിക്കുന്നു. എത്രയോ വർഷങ്ങൾ ലോകത്തെ കീഴ്പ്പെടുത്തിയ ഒരു സാമ്രാജ്യമായിരുന്നു. വളരെ പ്രഗത്ഭരായിട്ടുള്ള മികച്ച ചക്രവർത്തിമാർ അവർക്ക് ഉണ്ടായിരുന്നു. വളരെ മോശക്കാരായിട്ടുള്ള ആളുകളും ഉണ്ടായിരുന്നു. പറയാൻ വളരെയധികം നാണക്കേട് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പല സംഭവ വികാസങ്ങളും റോമിൽ അരങ്ങേറിയിട്ടുണ്ട്. പക്ഷേ റോം ഒരു വലിയ സംഭവം തന്നെയായിരുന്നു. മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം റോമിനെക്കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യും. കാരണം അത്രത്തോളം ശക്തി ആർജിച്ചിട്ടുള്ള മറ്റൊരു കിങ്ഡവും ഉണ്ടായിട്ടില്ല. റോമൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം പൂർണ്ണമായി വിവരിക്കുന്ന വീഡിയോ സീരീസിൻ്റെ 14ാമത്തെ എപ്പിസോഡും അവസാനത്തെ എപ്പിസോഡുമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 14 എപ്പിസോഡുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു യാത്രയിലൂടെയായിരുന്നു. ഈ വീഡിയോ സീരീസിനു വേണ്ടിയിട്ടുള്ള റിസർച്ചുകൾ നടത്തുമ്പോഴും
അത് വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യുമ്പോഴും ഒക്കെ തന്നെയും ഞാൻ അത്തരത്തിലുള്ള ഒരു യാത്രയിൽ തന്നെയായിരുന്നു. എപ്പോഴൊക്കെയോ ഞാനൊരു റോമാക്കാരനായിട്ട് മാറിയതായിട്ട് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ അനുഭവം തീർച്ചയായിട്ടും അത് താഴെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അനുഭവങ്ങൾ വായിക്കുന്നത് എനിക്ക് ശരിക്കും ഒരു മോട്ടിവേഷൻ തന്നെയാണ്. ഇത്തരത്തിലുള്ള സീരീസുകൾ കൂടുതലായിട്ട് ചെയ്യാൻ എന്നെ സഹായിക്കുന്നതാണ്. പ്രീ ഇസ്ലാമിക് ഇറയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഇസ്ലാമിക ഡൈനാസ്റ്റി ഉണ്ടാകുന്നതിന് മുൻപുണ്ടായിരുന്ന അറേബ്യയിലെ ആളുകളുടെ ജീവിതവും അവരുടെ വിശ്വാസങ്ങളും അവിടെ ഭരിച്ചിരുന്ന ട്രൈബൽ ഗോത്രങ്ങളെക്കുറിച്ചുമൊക്കെയാണ് അതിൽ വിശകലനം ചെയ്യുന്നത്. ആ വീഡിയോ കണ്ട നിരവധി ആളുകൾ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ഒരു സീരീസ് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ആ സീരീസിൻ്റെ പണിപ്പുരയിലേക്കാണ് ഞാൻ കടക്കുന്നത്. ആ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ റോമൻ സീരീസിൻ്റെ ആദ്യ എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് വലിയ രീതിയിൽ തന്നെ എന്നെ സഹായിക്കുന്നതാണ്. കൂടുതൽ മികച്ച രീതിയിൽ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന രീതിയിൽ വീഡിയോ തയ്യാറാക്കാൻ അതെന്നെ സഹായിക്കുന്നതാണ്. ഇത്രയും നാൾ എന്നോടൊപ്പം യാത്ര ചെയ്ത എല്ലാവർക്കും നന്ദി.